നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള പത്തല തോരനാണ്. അപ്പൊ പത്തല തോരൻ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ച ഇലകളാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് 10 തരം ഇലകൾ എടുക്കാൻ പോവുകയാണെ. പത്തല തോരൻ ഉണ്ടാക്കാനാണ്. ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നാങ്കണ്ണി ചീരയാണ് എടുക്കുന്നത്. ഇനി ബാക്കി അത് കിളുത്തോളും അവിടെ ഇരുന്ന്. പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ കോവലിന്റെ ഇലയാണേ. നാട്ടിലാണെങ്കിൽ ആൾക്കാർ തഴുതാമയൊക്കെ എടുക്കാറുണ്ട്. തഴുതാമ, തകര ഒക്കെ എടുക്കും. നമുക്കിപ്പോ കോവലുള്ളത് കൊണ്ട് കോവലിന്റെ ഇല എൻ്റെ കുഞ്ഞമ്മയൊക്കെ തോരൻ വെക്കുന്നതാണ് എപ്പോഴും. അപ്പോൾ കോവലിന്റെ കുറച്ച് തളിരില എടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഇപ്പുണ്ട് കോവല്. അടുത്ത മൂന്നാമത്തെ ഇല എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ചൊരക്കയുടെ ഇലയാണ്. ചൊരക്കയുടെ ഇല നമ്മൾ മത്തന്റെ ഇല തോരൻ വെക്കുന്ന പോലെ ഞാൻ തോരൻ വെക്കാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിന്റെ ഈ തണ്ടോട് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് മത്തന്റെ ഇല കഴിഞ്ഞും ടേസ്റ്റ് ആണ് കേട്ടോ ഈ തോരന്. അപ്പൊ അതിന്റെ 2-3 ഇല പറിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ പിഞ്ചില നോക്കിയെടുക്കാൻ നോക്കുക. അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അതിന്റെ പിഞ്ചിലയാവുമ്പോ അത് ഇത്രയും ഇല എടുത്തിട്ടുണ്ട്. അപ്പൊ 3 ഇലയായി നമുക്ക്. 4-മത്തെ ഇല ഇതാണ്. ചീരച്ചേമ്പാണ്. ഞാൻ ചീരച്ചേമ്പ് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് പലർക്കും അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് കേട്ടോ, നമ്മളിവിടെ വളർത്തിയേക്കുന്നതാണ്. ഇവിടെ ചട്ടിയിലും പുറത്തും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ വെളിയിൽ നിൽക്കുന്നതൊക്കെ മഞ്ഞാവുമ്പോ പോവും. എന്നിട്ട് സമ്മർ ആവുമ്പോ വീണ്ടും അത് കിളിർത്ത് വരുവാണ് ചെയ്യുന്നത്. 5-മത്തെ ഇല ഇതാണ്. മത്തന്റെ ഇലയാണ്. മത്തന്റെ ഇല മാത്രമാണ് ഞാൻ നുള്ളി എടുക്കുന്നത്. അതിന്റെ തണ്ട് എടുക്കുന്നില്ല. അതും പിഞ്ചില നോക്കിയാണ് എടുക്കേണ്ടത്. മത്തന്റെ ഇല വൃത്തിയാക്കുന്ന രീതിയൊക്കെ ഒരു മത്തൻ ഇല തോരൻ ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 5 സൈസ് ഇലയായി ഇപ്പോ. 6-മത്തെ ഇല പയറിന്റെ ഇലയാണ്. പയറിന്റെയും പിഞ്ചില നോക്കിയാണ് എടുക്കേണ്ടത്. ഇലയായി കേട്ടോ, 6 ടൈപ്പായി. ഇത് നമ്മൾ എടുക്കുന്നത് 2 തരം ചീരയാണ്. ചുമല ചീരയും പച്ചച്ചീരയും എടുക്കുന്നുണ്ട്. 8 തരമായി. 9-മത്തെ ഇല എന്ന് പറയുന്നത് വെണ്ടയുടെ ഇലയാണ്. വെണ്ടയുടെ തളിരില നോക്കിയാണ് എടുക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ധന്യ അനീബ് എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു തന്നതാണ് വെണ്ടയുടെ ഇല തോരൻ വെക്കാന്ന്. അപ്പൊ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെണ്ടയുടെ ഇലയും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി 10-മത്തെ ഇല നമ്മുടെ തക്കാളിയുടെ ഇലയാണ്. തക്കാളി ഈ ഇലയൊക്കെ ഒന്ന് മൂത്ത് പോയി. നമുക്ക് വേറൊരു തക്കാളി അപ്പുറേ നിപ്പുണ്ട്, അതിന്റെ ഇല പറിച്ചെടുക്കാം. ഇതിന്റെ ഇല തക്കാളിയുടെ ഇല കട്ട് ചെയ്തെടുക്കുവാണ്. ഒത്തിരി മൂത്ത ഇലയാണെങ്കിൽ കൊള്ളത്തില്ല. തക്കാളി ഇല വെച്ച് ഞാൻ തോരൻ വെക്കാറുള്ളതാണ്. അപ്പോ നമുക്ക് ഇലകൾ ഒത്തിരി ആയി. അപ്പോൾ ഇത്രയും തക്കാളി ഇല കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ 10 ഇലയായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി കഴുകി അരിഞ്ഞെടുക്കണം തോരനുണ്ടാക്കാൻ. ഇലകളൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചു. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകുമണികൾ ഇട്ട് പൊട്ടിച്ചു. 2 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ മട്ടേരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അരി അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം നിങ്ങൾക്ക്. അപ്പൊ ഞാനിപ്പോൾ അരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇലകളെല്ലാം കൂടെ ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 തരം ഇലകൾ ഉള്ളത് കൊണ്ട് ഇലകൾ കുറച്ചധികമായി പോയി. അപ്പൊ ഞാനതൊന്ന് അമക്കി വെച്ചിട്ടുണ്ട് ആ പാത്രത്തില്. അതിനി ആവി കയറി കഴിയുമ്പോൾ അതങ്ങ് ചുരുങ്ങി വന്നോളും. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് മുരിങ്ങയില അല്ലാതെയുള്ള എഡിബിൾ ആയിട്ടുള്ള എല്ലാ ഇലകളും തന്നെ ചേർക്കാം. കർക്കിടക മാസത്തിൽ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിൽ കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് ഈ പത്തല തോരൻ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ഒന്ന് ആവി കയറി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചുമന്നുള്ളി, 2 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇതെല്ലാം തന്നെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതാണ്. അത് ഗാർഡൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊന്ന്
അതൊന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ചീരയിലെല്ലാം ആവി കയറി ഒരു 1/4 വേവായി വന്നിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ മുരിങ്ങ ഇല കഴിക്കരുതെന്ന് പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അറിവ് വെച്ച് പറയുവാണെങ്കിൽ മുരിങ്ങയുടെ വേരിന് മണ്ണിലെ വിഷാംശങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുന്ന വിഷാംശങ്ങൾ കർക്കിടക മാസം ആകുമ്പോൾ മുരിങ്ങയുടെ ഇലയിലേക്ക് വരും എന്നാണ് പറഞ്ഞു കേട്ടിട്ടും വായിച്ചു കേട്ടിട്ടും ഉള്ളത്. അതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് നമ്മൾ ആ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ആവി കയറ്റുവാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. എന്നാൽ പോലും ഇപ്പൊ മോഡേൺ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ അതിലൊന്നും ആ മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്ന് പറയുന്നതിലൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല. കഴിക്കാം, മുരിങ്ങയില കഴിച്ചാൽ അലർജി ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും കഴിക്കാറില്ല കേട്ടോ. കാരണം നമ്മുടെ പഴമക്കാർ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അവർ പറയുന്ന റീസൺ അല്ലെങ്കിൽ പോലും അതിന് മറ്റൊരു വിശദീകരണം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ കർക്കിടക മാസത്തിൽ മുരിങ്ങയില എടുക്കാറില്ല. മുരിങ്ങയില ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇലകളും കഴിക്കാൻ പറ്റുന്ന ഇലകളെല്ലാം തന്നെ, വിഷമല്ലാത്ത ഇലകളെല്ലാം തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പ് ഒരു 2 മിനിറ്റ് ആവി കയറി കഴിഞ്ഞപ്പോൾ അതെല്ലാം നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി മിക്സാക്കി എല്ലായിടും ഒരുപോലെ വരത്തക്ക രീതിയിൽ അതിൻ്റെ ആ വെള്ളമയോ ഒക്കെ ഒന്ന് തോർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിനി അടപ്പ് തുറന്നു വെച്ച് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾക്ക് വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായിട്ടുള്ള പത്തലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.